ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡേൺ അപ്പാർട്ട്മെന്റുകൾ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ 2 BHK 3 BHK ഭവനങ്ങൾ, ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം. വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു. നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായ ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ, ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായ EMI സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം. നിങ്ങൾക്കും ഇതിലൊരു അപ്പാർട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8086399995, 8086799992. കാള റോഡ് നേർച്ചയുടെ ഭാഗമായി വട്ടുള്ളിയിൽ താസ കാറ്ററിംഗ്സിന്റെ രുചിപ്പെരുമയിൽ ഫ്രീഡം യുവജന കമ്മിറ്റി വിപുലമായ അന്നദാനം നടത്തി. കാളിയറോഡ് നേർച്ചയുടെ ഭാഗമായി നാടെങ്ങും വിപുലമായ അന്നദാന ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി നടന്നു. ഇതിൽ ശ്രദ്ധേയമായ അന്നദാനങ്ങളിൽ ഒന്നായി കുറുമല വട്ടുള്ളിയിൽ ഫ്രീഡം യുവജന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിരുന്ന്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലധികമായി മുടങ്ങാതെ തുടരുന്ന ഈ അന്നദാനത്തിന് ഇത്തവണയും രുചിക്കൂട്ടൊരുക്കിയത് ചേലക്കരയിലെ പ്രശസ്തമായ താസ കാറ്ററിംഗ് സർവീസ് ആൻഡ് ഇവന്റ്സ് ആണ്. തുടർച്ചയായ 4ാം വർഷമാണ് താസ കാറ്ററിംഗ് വട്ടുള്ളിയിലെ ഈ വലിയ വിരുന്നിന് രുചിയേറും വിഭവങ്ങൾ ഒരുക്കുന്നത്. 200 കിലോ പോത്തിറച്ചിയും 250 കിലോ അരിയുടെ ഊണും, മോരുകറി, തോരൻ, അച്ചാർ തുടങ്ങിയ വിഭവങ്ങളുമായി താസ തയ്യാറാക്കിയ സദ്യ ആയിരങ്ങൾക്ക് വേറിട്ട രുചി അനുഭവമായി. എത്ര വർഷമായിട്ടാണ് ഈ അവിടുത്തെ അന്നദാനത്തിനായിട്ട് നിങ്ങളായിട്ട് അസോസിയേഷൻ ഉള്ളത്? അതായത് ഞാനിവിടെ ഈ ഒരു അന്നദാനം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 വർഷത്തിലൊക്കെ മേലെയായി. എല്ലാ പ്രാവശ്യവും നമ്മൾ തന്നെയാണ് ഇവിടെ, അവർ ഏറ്റവും കൂടുതൽ നമ്മൾ തന്നെയാണ് ഏൽപ്പിക്കാറുള്ളത്. പിന്നെ ഇതിലിപ്പോൾ നോൺ വെജ് മാത്രമേ നിങ്ങളുടെ സ്പെഷ്യാലിറ്റി ആണോ, അതോ ബാക്കിയെല്ലാം ചെയ്യുമോ? വെജും എല്ലാം ചെയ്യുമോ? നമ്മൾ ആക്ച്വലി താസ കാറ്ററിംഗ് സർവീസ് ആൻഡ് ഇവൻറ്റ്സ് എല്ലാ ഇവൻറ്റുകളും ചെയ്യാറുണ്ട്. അതായത് വെജിറ്റേറിയൻ സദ്യ, സ്പെഷ്യലി ക്രിസ്ത്യൻ ഫുഡ്, അല്ലെങ്കിൽ ബിരിയാണി, അങ്ങനെയുള്ള ഐറ്റങ്ങൾ. പിന്നെ ഐറ്റങ്ങളൊന്നുമില്ല, എല്ലാം ചെയ്യും. കസ്റ്റമർ എന്താണോ ഓർഡർ തരുന്നത് ആ ഐറ്റം നമ്മൾ എങ്ങനെയായാലും ചെയ്യും. അപ്പോൾ അതിന് ഓരോന്നിനും സ്പെഷ്യലായിട്ട് കുക്ക് വേറെ വേറെ വേണ്ടോ, അതോ ഒരാൾ തന്നെ എല്ലാം ചെയ്യും? അതായത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെജിറ്റേറിയൻ സദ്യ ചെയ്യും. പിന്നെ അതേപോലെ ക്രിസ്ത്യൻ ഫുഡുകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ. മെയിനായിട്ട് നമ്മുടെ കാറ്ററിംഗ് സർവീസിൽ ഞാൻ തന്നെയാണ് മെയിനായിട്ട് കുക്ക് ചെയ്യുന്നത്. ഈ കുക്കിംഗ് കാറ്ററിംഗ് സർവീസ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? കാറ്ററിംഗ് സർവീസ് തുടങ്ങിയിട്ട് ഒരു 15 വർഷത്തിലൊക്കെ മേലെയായി. ഫസ്റ്റിൽ നമ്മൾ താസ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേജ് ഡെക്കറേഷൻ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഒരു 3 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഫുഡിൻ്റെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. ശരി. അപ്പോൾ എല്ലാ വർഷവും ഇതേപോലെ ഇനിയും വീണ്ടും വീണ്ടും താസയ്ക്ക് അധികം ഓർഡർ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ആറ്റൂർ മുതൽ പഴയന്നൂർ വരെയും എളനാട്, പങ്ങാരപ്പള്ളി മേഖലകളിലും വിവിധ സമിതികളുടെയും സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ വിപുലമായ രീതിയിൽ അന്നദാനം നടന്നു. ചിലയിടങ്ങളിൽ പരമ്പരാഗതമായ ചോറും കറികളുമാണ് വിളമ്പുന്നതെങ്കിൽ മറ്റു ചിലയിടങ്ങളിൽ നെയ്ച്ചോറും കറിയും ബിരിയാണിയും നൽകി. വിശ്വാസികളുടെ വലിയ പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഇത്തരം അന്നദാന ചടങ്ങുകൾ കാളിയ റോഡ് നേർച്ചയുടെ പ്രധാന സവിശേഷതയാണ്. കാളിയ റോഡ് നേർച്ചയോടനുബന്ധിച്ച് വട്ടുള്ളി കുറുമല ഫ്രീഡം യുവജന കമ്മിറ്റിയുടെ അന്നദാനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 25 വർഷമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ പരിപാടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 250 കിലോളം അരിയും ഒരു 200 കിലോളം ബീഫിൻ്റെ പരിപാടിയാണ് ഞങ്ങൾ നടക്കുന്നത്. ഏകദേശം ഒരു 1500 മേലെ ആൾക്കാർ വന്ന് ഇവിടെ എല്ലാ കൊല്ലവും ഭക്ഷണം വന്ന് കഴിക്കാറുണ്ട്. ഗുണമേന്മയുള്ള ഭക്ഷണത്തിലൂടെയും മികച്ച സർവീസിലൂടെയും താസ കാറ്ററിംഗ് ഇത്തവണയും ഈ വലിയ സംരംഭത്തിന് മാറ്റുകൂട്ടി. CCV ന്യൂസ്, ചേലക്കര.